രവി പിന്നാലെ നടന്ന് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, നീ തുറന്നു പറ. രവിയേട്ടൻ ഇപ്പോഴും എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണോ? അവൾ ചോദിച്ചു. അതെന്താ നീ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ? അല്ല, ആൾക്കാർ വീണ്ടും എന്നെ ആ പേരിലാണ് പറയുന്നത്. ചേച്ചിയുടെ ഭർത്താവ്. എനിക്ക് അങ്ങനെയല്ല കേൾക്കേണ്ടത്. എൻ്റെ ഭർത്താവാണ് രവിയേട്ടൻ. വേറൊരാളുടെ പേരിൽ അറിയപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ചേച്ചിയുടെ ഭർത്താവ് ആയിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. നീ അത് വലിയ കാര്യമാക്കി എടുക്കണ്ട. നീ എന്തിനാ ഈ ചെറിയ കുട്ടികളെ പോലെ ഇതൊക്കെ കാര്യമാക്കുന്നത്? പ്രത്യേകിച്ച് ഈ സമയത്ത് ഇതൊക്കെ ഓർത്ത് വിഷമിക്കാൻ പാടുണ്ടോ? അവൻ ചോദിച്ചു. അല്ല രവിയേട്ടൻ, എനിക്ക് കേട്ടപ്പോൾ വിഷമം വന്നു. രവിയേട്ടൻ എൻ്റെയാണ്. ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ട് അനങ്ങാതെ വന്നത്. നിനക്ക് അപ്പോൾ തന്നെ മറുപടി കൊടുത്തുകൂടായിരുന്നോ? ഞാൻ കൊടുത്തു. കരഞ്ഞു കലങ്ങിയ മുഖത്തോടെ അവൾ അവിടെ ഇരിക്കുന്ന കണ്ട് രവി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നീ എൻ്റെയല്ലേ, എൻ്റെ പൊന്ന്, എൻ്റെ മാത്രം പൊന്ന്, അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എൻ്റെ മോൾ എൻ്റെ മാത്രമാണ്. മറ്റുള്ളവരെന്തോ പറയട്ടെ, അത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? നിനക്ക് മടിയാണെന്നുണ്ടെങ്കിൽ നീ ഇനി പോവണ്ട, വേറെ കോളേജിൽ ചേർക്കാം, അവൻ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല രവിയേട്ടാ, എനിക്ക് കേട്ടപ്പോൾ ഒരു സങ്കടം വന്നു. ഇനി അങ്ങോട്ട് ചിലപ്പോൾ യാത്രയും പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം പഠിത്തം കുറച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അങ്ങോട്ട് ചെക്കപ്പും കാര്യങ്ങളും, ചിലപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടും ഒക്കെ ആവും. അങ്ങനെ കോളേജിൽ ചെന്ന് വിവരം പറഞ്ഞ് അവൾ പഠിത്തത്തിൽ നിന്നും ബ്രേക്ക് എടുത്തു. അതിനുശേഷം അവന് എപ്പോഴും കരുതലും സ്നേഹവുമായിരുന്നു. ജോലി സ്ഥലത്ത് നിന്ന് അവളെ എപ്പോഴും വിളിക്കും. കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോൾ അവൾ മാത്രമല്ല, അവളുടെ വയറ്റിൽ തങ്ങളുടെ കുഞ്ഞുകൂടിയുണ്ട്. അതായിരുന്നു അവൻ്റെ ചിന്ത മുഴുവൻ. അങ്ങനെ സ്കാനിങ്ങിനുള്ള ദിവസം എത്തി. രണ്ടുപേരും കൂടി രാവിലെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു, സ്കാനിങ്ങിന് എഴുതന്നു. അങ്ങനെ സ്കാനിങ് സെൻറ്ററിലൊക്കെ പോയി സ്കാനൊക്കെ ചെയ്തു. അതിനുശേഷം കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കാണിക്കാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അപ്പോഴേക്കും രമ്യയ്ക്ക് വിശക്കുന്നു. അങ്ങനെ അവർ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. തിരികെ വന്നപ്പോഴേക്കും അവരുടെ സമയമായി. അങ്ങനെ ഡോക്ടർ കയറി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, നല്ല ആക്റ്റീവായിട്ടിരുന്നോ, ഒരു കുഴപ്പമില്ല, റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്കാനിങ് ഒക്കെ ഓക്കെയാണ്. അങ്ങനെ സന്തോഷവതിയായിട്ടിരുന്നോ. പിന്നെ വൈറ്റമിൻ മരുന്നും കാര്യങ്ങളുമൊക്കെ അവർ എഴുതി തന്നു. അങ്ങനെ അവരത് മരുന്നൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്ന് അമ്മായിയമ്മയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ അവളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റാത്തതാണെന്ന് രവിക്ക് തോന്നി. അവളോട് എന്തെങ്കിലും ജോലി പറഞ്ഞാൽ അവൾക്ക് വിശേഷമുണ്ടായതിനു ശേഷം അത് അവനാണ് ചെയ്യുന്നത്. അത് അവർക്ക് ഒട്ടും പിടിക്കുന്നില്ല. അവരുടെ മോൻ ജോലി ചെയ്യുന്നത് അവർക്ക് സഹിക്കുന്നതേയില്ല. ഈ അവസ്ഥയിൽ മരുമോൾ ജോലി ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അവനൊട്ട് സമ്മതിക്കുന്നതുമില്ല. ഗർഭിണിയായതിന് ശേഷം അവളുടെ ഒരു ഭാഗ്യം. നമ്മളൊക്കെ ഗർഭിണിയായിട്ടുണ്ട്, നമ്മളെന്നും ഭർത്താവിനെ നമുക്ക് അടുത്ത് പോലും കിട്ടിയിട്ടില്ല. അമ്മായിയമ്മ അതിന് സമ്മതിച്ചിട്ടുമില്ല. ഇത് 24 മണിക്കൂറും അവൻ അവളുടെ പിറകേ അങ്ങ് നടക്കുക. അവർ മനസ്സിൽ വിചാരിച്ചു, അവളുടെ ഒരു ഭാഗ്യം. മൂത്തവൾ കുറേ ഭാഗ്യം അനുഭവിച്ചിട്ടാണ് മേലോട്ട് പോയത്. അപ്പോൾ അടുത്ത ഇളയവൾക്കായി ഭാഗ്യം. അവർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. കുട്ടികൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ സ്വത്തിൻ്റെയൊക്കെ അവകാശി എൻ്റെ മോളായേനെ. ഇതിപ്പോൾ ഇനി ഇവൻ്റെ കുട്ടിക്കും കൂടി അവകാശം വരും. അവർക്ക് മോളോടാണ് കൂടുതൽ സ്നേഹം. സ്വത്തുക്കളൊക്കെ മോൾക്ക് പോകണമെന്നാണ് അവരുടെ ആഗ്രഹവും. പിന്നെ നാട്ടുനടപ്പനുസരിച്ച് 2 മക്കൾക്കും തുല്യമായിട്ട് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം അവർ അനങ്ങാതെ നിൽക്കുന്നതാണ്. മാത്രമല്ല അച്ഛനും സമ്മതിക്കില്ല. അച്ഛന് ഈ മോനോട് ഭയങ്കര സ്നേഹമാണ്. മോളെക്കാട്ടി ഇഷ്ടമാണ് മോനെ. പിന്നെ അവളുടെ കെട്ടിയോളോടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സ്വന്തം മോളോട് പോലും ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു മനുഷ്യനാണോ എന്തോ. അവർ ഇങ്ങനെ പിറുപിറുത്തു. അവൾക്കിനി കിടന്ന കിടപ്പിലിനി ഓരോന്നിനി ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അവർക്ക് നന്നായി ദേഷ്യം വന്നു. ഡോക്ടർ റെസ്റ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിലും രവിക്കറിയാം, റെസ്റ്റ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അമ്മ അവളെ വെറുതെ വിടത്തില്ല. അവളെ കൊണ്ട് ഈ വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യിക്കും. അതുകൊണ്ട് അവനൊരു നമ്പർ ഇറക്കി അവൾക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അത് കേട്ടതും അവർക്ക് കലി കൂടുതലായി. ഇനി അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ താൻ വെച്ച് കൊടുക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അവൾക്ക് വീട്ടിൽ പോയി അവളുടെ അമ്മയുടെ കൈകൊണ്ടുള്ള ആഹാരം കഴിക്കാൻ അതിയായ മോഹം. എങ്കിൽ പിന്നെ വീട്ടിൽ കുറച്ചു കാലം നിൽക്കാൻ രമ്യയും തീരുമാനിച്ചു. അങ്ങനെ അവരുടെ വസ്ത്രങ്ങളും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് രമ്യയുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങപ്പോൾ പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞു. വസ്ത്രങ്ങളും എല്ലാം റെഡിയാക്കിയിട്ട്
അങ്ങനെ രമ്യയുടെ വീട്ടിലേക്ക് പോകാൻ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു. അവിടെയാകുമ്പോൾ നല്ല റെസ്റ്റും കിട്ടും, അമ്മ നല്ല നല്ല ഫുഡുകളും അവൾക്ക് ആഗ്രഹത്തിനൊക്കെ വെച്ചും കൊടുക്കും. രവിയുടെ അമ്മയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഒട്ടും പിടിച്ചില്ല. പിന്നെ ഞാനെന്തോ വയ്ക്കുന്ന ആഹാരം അവൾക്ക് ഇറങ്ങത്തില്ലേ, എന്താ അവൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒക്കത്തില്ലേ എന്നൊക്കെ ഉള്ള ചോദ്യം. അതല്ലമ്മേ, ഗർഭിണിയായിരിക്കുമ്പോൾ ഏതൊരു മക്കൾക്കും ആഗ്രഹം കാണും അവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കാൻ. ആഗ്രഹമായിരിക്കും അവൾക്കും. അവളിത് പറയുമ്പോൾ പിന്നെ എനിക്ക് എതിർപ്പ് പറയാൻ പറ്റുമോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളിങ്ങ് വരും, അവൻ പറഞ്ഞു. അങ്ങനെ മനസ്സോടെ അവർ സമ്മതിച്ചു. അന്ന് തന്നെ വൈകുന്നേരം അവർ പുറപ്പെടാൻ തുടങ്ങി. രവി വീട്ടിൽ കിടന്ന കാറിൽ അത്യാവശ്യമുള്ള അവളുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് രവിയും രമ്യയും കൂടി രമ്യയുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അവൾക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. അമ്മ അവൾക്ക് ഇഷ്ടമുള്ള ആഹാരമെല്ലാം വെച്ചു കൊടുത്ത് അവളെ ഒരു രാജകുമാരിയെ പോലെ നോക്കുകയായിരുന്നു. കാരണം അവരുടെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ. രമ്യയ്ക്കോ കുട്ടികളുണ്ടായില്ല. ഒന്ന് റെസ്റ്റ് എടുക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞെങ്കിലും അമ്മ അവളെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ അവളെ കാണാനായിട്ട് അവളുടെ 1-2 കൂട്ടുകാരികളൊക്കെ വന്നു. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഇഷ്ടമുള്ള ഫ്രൂട്ട്സും എല്ലാം വാങ്ങിക്കൊണ്ടാണ് അവർ വന്നത്. അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അവരിവിടെയൊക്കെ കുറേ നേരം എൻജോയ് ചെയ്തിരുന്ന് അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴൊക്കെ അവർ പോയി. അങ്ങനെ രവി പിറ്റേ ദിവസം തൊട്ട് ജോലിക്ക് ഇറങ്ങണമെന്ന് ചിന്തിച്ചു. ജോലിക്ക് പോകാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടാണ് അവൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ പിറ്റേന്ന് രവി ജോലിക്കിറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ അടുത്ത പാർട്ടുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.